പുലിയിരുന്ന് ആടുന്ന കണ്ടില്ലേ? തനിക്കെന്താ അവിടെ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചേ കേട്ടില്ലേ? തനിക്ക് എന്താ ഇവിടെ കാര്യമൊന്നും? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്തൊരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ, എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും ടി വിക്കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2000 ചില്ലാനം രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി കൊട്ടേഷൻ തന്ന ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്. കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. ഈ വീട്ടിലുണ്ട്. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാങ്ങുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്ത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്. പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാറ്. അല്ല, വടക്കൻ സാറ്. ഗോ ഇൻസൈഡ്. നടക്ക. സാർ, വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിൽ ഒരു പഴയ തൊക്കെ എനിക്കും താ. എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. എന്താണോ? എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? സർ, ക്രിസ്റ്റി ഇവിടം വിട്ടു പോയിട്ടില്ലെന്ന് IB റിപ്പോർട്ടുണ്ട്. അതിന് അങ്ങാണ് അയാളുടെ ടാർഗറ്റ് എന്നും റിപ്പോർട്ടുണ്ട്. അങ്ങയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫോഴ്സ്. എടോ, ഈ ഫോഴ്സ് ഉപയോഗിച്ച് ചാടിപ്പോയ ക്രിസ്റ്റിയെ കണ്ടെത്താൻ നോക്കാദ്യം. എനിക്കൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. സർ പ്ലീസ്, ഐ ടോൾഡ് യു, മൂവ് ബാക്ക്. അങ്ങേർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടെങ്കിൽ വേണ്ട. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ സ്റ്റേഷൻ. സർ, ഞാൻ ഏതായാലും 2 ദിവസം ലീവ് എടുത്ത് കണ്ണൂർക്ക് പോവാ വീട്ടിലേക്ക്. അമ്മച്ചി വിളിയോടെ വിളിയടാ. അപ്പൊ കൃഷി നീ തപ്പ്. എടാ, നിനക്ക് വേറെ പണിയില്ലേ? ക്രിസ്റ്റി മുംബൈയിലെത്തിയെന്ന് മന്ത്രിയുടെ വർത്താനത്തിന്ന് മനസ്സിലായില്ലേ? അയ്യോ അമ്മച്ചി. ആ അമ്മച്ചിയെ, ഞാൻ വരും. രാത്രി എത്ര ഇരുട്ടിയാലും ഞാൻ അങ്ങെത്തും. ലേശം ഇരുണ്ടിട്ടാണല്ലോ. അതൊക്കെ ഫെയർ ആൻഡ് ലവ്ലി തേച്ചാ മാറുന്നേ. ഇപ്പൊ ഞാൻ തന്നെ എത്ര ഇരുണ്ടിരുന്നതാ. ഇപ്പൊ ഇത്ര വിളക്കാൻ കാര്യം എന്താ? ഫെയർ ആൻഡ് ലവ്ലി. സാർ ഒന്ന് മൂളി കിട്ടിയാ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ സാറ് കൊച്ചിയിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയ? ഈശ്വര, എന്നെ ഈ കുടുംബത്തിൽ കണ്ട തല്ലി കൊല്ലുന്നാ പറഞ്ഞേക്കണത്. അമ്മച്ചി എന്ത് കൊലച്ചതിയായി ചെയ്തത്? നീ പേടിക്കാതടാ, ഞാൻ പറഞ്ഞോളാം അവനോട്. എടാ, നിന്നോട് പല പ്രാവശ്യം ഈ വീടിന്റെ പടി കടക്കരുതെന്ന് പറഞ്ഞല്ലോ അമ്മച്ചി. ഞാൻ അവനോട് വരാൻ പറഞ്ഞത്. എന്തിന്? അത് സാറേ, ഇവിടെ കൊള്ളാവുന്ന ഒരു വേലക്കാരെ വേണമെന്ന് അമ്മച്ചി പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അതിനെന്തിനാടാ ഈ ഫോട്ടോസ്? നല്ല കുട്ടിയെ നോക്കി തെരഞ്ഞെടുക്കാനായിട്ട്. സാർ ഒന്ന് സെലക്ട് ചെയ്തേ. മുഖം നോക്കിയാണോ വേലക്കാരി തെരഞ്ഞെടുക്കുന്നത്? വൃത്തിയും വെടുപ്പും വെച്ച് വിളമ്പാനുള്ള നൈപുണ്യം അതല്ലേ പ്രധാനം? എല്ലാ ക്വാളിറ്റീസും ഉള്ള പെൺകുട്ടികൾ ഇതിന്റെ അകത്തോട്ട്. സാർ ഇതിന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചരട് കൂടി കഴുത്തെ കെട്ടിയാൽ മതി. പിന്നെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, ശമ്പളം കൊടുക്കേ വേണ്ട. അല്ല, ഈ ശമ്പളമില്ലാത്ത വേലക്കാരികളാണല്ലോ ഭാര്യമാര്. അവനെ മക്കൾ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏതമ്മയാടാ ആഗ്രഹിക്കാത്തത്? ഞാനൊരു IPS ഓഫീസറായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലയോ? ആ ആഗ്രഹം സാധിച്ചില്ലയോ? അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ വളയാത്തൊരു നട്ടല് വേണം. പെണ്ണും കുഞ്ഞുങ്ങളും വന്നാ പിന്നെ പോലീസിന്റെ വീര്യം ചോരും. പിന്നെ ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ ഇക്കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കില്ലേ? ഈ അമ്മച്ചി നിനക്കൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്. അപ്പോഴേക്കും അമ്മച്ചി പിണങ്ങിയോ? ഞാൻ ഈ ആഴ്ചയിൽ കൊച്ചിന്ന് കണ്ണൂർ വരെ തനിച്ച് വണ്ടി ഓടിച്ചു വരുന്നത് ആരെ കാണാനാ? എന്റെ അമ്മച്ചിയെ കാണാനില്ലയോ? പിന്നെ എനിക്കൊന്നും കേക്കണ്ട, പോ. സാറേ,
ഞാൻ സാറിന് ഉപദേശിക്കണമെന്ന് കരുതരുത്. വയസ്സാം കാലത്ത് സാറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാറിന് ആര് നോക്കും? ഇഷ്ടപ്പെട്ട പേര് സ്റ്റെല്ല, വീട് കൊച്ചിയില്, നല്ല അടുക്കും ഒതുക്കുള്ള കുട്ടിയാ. ആണുങ്ങളെ കണ്ട നാണിച്ചകത്തേക്ക് പോകും, മുഖത്ത് പോലും നോക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചാൻ. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് SP ജോസഫ് വടക്കനാണ്. നല്ല ഒന്നാം തരം പാരമ്പര്യമുള്ള തറവാട്ടുകാരാ. അപ്പച്ചൻ വറീസ് മാപ്പിള, ഒരു പട്ടാളക്കാരനാ, ക്യാപ്റ്റൻ. 2 ആണും 2 പെണ്ണും. മൂത്ത മകൻ ക്രിസ്റ്റി ബോംബെയിൽ തോക്കുണ്ടാക്കുന്ന കമ്പനിയിലെ ജനറൽ മാനേജറാ, വലിയ പോസ്റ്റാ. സൽസ്വഭാവി. ഇളയവൻ പള്ളിയിലച്ഛനാവാനുള്ള ഒരു പരിശ്രമത്തിലാ. പിന്നെ മൂത്ത മകളുടെ ഭർത്താവ് ഈയിടെ തന്റേതല്ലാത്തൊരു കാരണത്താൽ മരിച്ചു. അതൊരു സ്വാഭാവിക മരണം. എന്തുകൊണ്ടും നമുക്ക് ഒത്ത ബന്ധമാ. ശാന്തിയും സമാധാനവും ഒരുമിച്ച് നിന്നെ ഞാൻ എടാ നിനക്കറിയോ, ഈ കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. ആണോ? പ്രതി ഇവളുടെ മൂത്താങ്ങള ക്രിസ്റ്റി. ആണോ? കൊല്ലപ്പെട്ടത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ ഇതും നടക്കില്ല. എന്നാ ഫോട്ടോ ഇങ്ങോട്ട് തന്നേരി. ആ കയ്യിലിരുന്നോട്ടെ, അന്വേഷണത്തിന് ഉപകരിക്കും. ചില കാര്യങ്ങൾ ആ ബ്രോക്കർ കൂട്ടം മറച്ചു വെച്ചെങ്കിലും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാര് തന്നെ പാലമറ്റത്തുകാർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. ആരും ആഗ്രഹിക്കും അതുപോലൊരു അപ്പച്ചന്റെ മകനായി ജനിക്കാൻ. ഇപ്പൊ എന്റെ റോൾ മോഡൽ അദ്ദേഹമാ. ഇത് ഇളയ മകൾ സ്റ്റെല്ല. പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാവോ? IPS കാരനായ ഞാൻ പോലും പകച്ചു നിന്നിട്ടുണ്ട് ഇവളുടെ വാക്കുകൾക്ക് മുന്നിലും നോട്ടത്തിനും. ആ ഇങ്ങനൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. എന്നാ പറഞ്ഞേ? നിന്നെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ഈ പെങ്കൊച്ചിനെ എനിക്കൊന്ന് കാണണം. അമ്മച്ചി അവിടെ വെറുതെ ചെന്ന് ഒന്നും പറയണ്ട. ഈ പെങ്കൊച്ചി ഈ കുടുംബത്ത് വന്ന് കയറിയ പിന്നെ എന്റെ മോൻ ആരുടെ മുമ്പിലും നട്ടല് വളയ്ക്കേണ്ടി വരില്ല. എന്താണ് ഇവിടെ പോലീസൊന്നും കാവലില്ലേ? പോലീസ് വേണ്ടെന്ന് ഓർഡർ ഇട്ടതും മന്ത്രി തന്നെയാ. സുധാകർ സാറിന് ഇപ്പൊ പോലീസും വേണ്ട, ഭരണവും വേണ്ട. 24 മണിക്കൂർ കുടുംബത്തിൽ തന്നെ. ഇങ്ങനെ പോയാൽ എന്റെ കാര്യം കട്ടപ്പോക. എടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട മതി തന്നോട് പറഞ്ഞല്ലേ. മന്ത്രിയുമായിട്ട് നേരിട്ട് കാണണമെന്ന് ഈ സാർ വാശി പിടിച്ചതുകൊണ്ടാ. സാറെന്താ ഒഫീഷ്യൽ കാര്യങ്ങളിൽ നിന്ന് മാറി ഇങ്ങനെ വീട്ടിൽ തന്നെ? ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെന്റിലാണ്. കോഴ്സ് പൂർത്തിയാവാൻ ഒരാഴ്ച കൂടി വേണം. എന്താ വന്ന കാര്യം? ഒരു കാര്യമില്ല സാർ, സാറിന് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്നത്. തന്നോടല്ല, ഇയാളോടാ. സാർ ക്രിസ്റ്റിയുടെ കാര്യമാ. അയാൾ ഉടനെ തന്നെ കസ്റ്റഡിയിലാവും. അതിനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ SP വടക്ക് നടത്തുന്നുണ്ട്. രഹസ്യങ്ങൾ പതുക്കെ പറഞ്ഞില്ലെങ്കിൽ പരസ്യമാകും. അയ്യോ, എന്റെ തല തന്നെ പോയാലും ഒരു രഹസ്യവും പരസ്യമാക്കൂല സാർ. താൻ എന്താ ഉദ്ദേശിക്കുന്നത്? പാലമറ്റത്തെ ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ മകൾ സ്റ്റെല്ലയുമായിട്ട് വടക്കന്റെ മനസ്സമ്മതം കഴിഞ്ഞു. ഇന്ന് രാവിലെ ആരെ അറിയിക്കാതെ. ഈ കല്യാണം ഒരു ചതിയാണ്. ക്രിസ്റ്റിയെ കൊടുക്കാനുള്ള കൊടും ചതി. കുറ്റവാളിയെ പിടികൂടാൻ എന്ത് താന്തോന്നിത്തരവും വടക്കം ചെയ്യും. കുഞ്ഞുമങ്ങളുടെ കല്യാണത്തിന് ക്രിസ്റ്റി വരും, അല്ലെങ്കിൽ വടക്കം വരുത്തും. അവൻ പോലീസ് പിടിയിലാവും. അതോടെ അവരുടെ കല്യാണം മുടങ്ങുകയും ചെയ്യും. SP വടക്കിന് എനിക്ക് ട്രെയിനിങ് ക്യാമ്പ് അറിയാം സാർ. പകയുടെ കാര്യത്തിൽ ഒറ്റയാനാണ് അവൻ. സാറേ, ഈ വിവരം മൂന്നാമതൊരാൾ അറിയരുത്. എല്ലാം നാലാമതൊരാൾ കേട്ടില്ലേ? താനോ? പപ്പു. ഞാൻ പറയും സാർ. പറയടോ. മുകളിൽ ഇരിക്കുന്നവൻ എല്ലാം കേട്ടു. ഞാൻ ഉദ്ദേശിച്ചത് ഈശ്വരനെയാ. സാർ കുടിക്കാൻ വെള്ളവും പോടോ. ആ, നിങ്ങൾ ചെല്ല്. സാർ മറ്റേ കാര്യം പറയാം. എന്താടോ? സാർ, കുരുട്ട് ബുദ്ധിയുള്ള കമ്മീഷണറുടെ തല താലി കെട്ടാൻ നേരത്ത് കാണുവോ? SP വടക്കൻ ഒറ്റയാനാണെങ്കിൽ മുകളിലിരിക്കുന്നവൻ കൊലകൊമ്പനാ. കൊലകൊമ്പൻ. സാർ, എന്താ താൻ പോയില്ലേ? ഇല്ല, ഈ നിൽക്കുന്ന കമ്മീഷണറുടെ അച്ഛൻ തമ്പി സാറിനോടൊരു കാര്യം അവതരിപ്പിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് സാറിന്റെ കുടുംബമായിട്ട് അലയൻസിന് താല്പര്യമുണ്ട്. ഈ കമ്മീഷണർ പയ്യനാണെങ്കിൽ മീനാക്ഷി എന്ന് പറഞ്ഞ ജീവനാ. ഇത് നടന്നു കഴിഞ്ഞാ നമ്മൾ കൊടുക്കാനുള്ള കാശ് അവരെ എഴുത്തള്ളും. ചില കാര്യങ്ങളിൽ സാർ ഒന്ന് കണ്ണടച്ച കോടികളെ ഇങ്ങോട്ട് ഒഴുകുന്നേ. എനിക്കൊന്ന് ആലോചിക്കണം. ഓ, താൻ പോയിക്കോ. ശരി. ഹലോ അപ്പച്ചി, ഇത് ഞാനാ ക്രിസ്റ്റി. എന്തു വേണം? സ്റ്റെല്ലയുടെ മനസ്സമ്മതം കഴിഞ്ഞല്ലേ? മകളെ വിവാഹം കഴിപ്പിച്ചയക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന ഒരു അപ്പന്റെ കടമയാണ്. അപ്പച്ചി, ഇത് ചതിയാ.
എന്നെ കൊടുക്കാനുള്ള വടക്കന്റെ ഏർപ്പാടാ. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറണം. നമ്മുടെ സ്റ്റെല്ലയുടെ ജീവിതം പോലീസിന് വേണ്ട. മൂത്ത മകനെ കർത്താവ് തിരിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ സ്ഥാനത്ത് ദൈവം തമ്പുരാൻ കൊണ്ടുതന്ന മരുമകനാണ് ഈ IPS കാരൻ. അപ്പച്ചി, എന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചത് ഞാനാണ്. വരം ജോസഫ് വടക്കൻ IPS. വിവാഹം ജനുവരി 11 കത്തീഡ്രൽ പള്ളിയിൽ വെച്ച്. നീ പോലീസിന്റെ പിടികിട്ട പുള്ളിയല്ലേ? ഒരു പോലീസ് ഓഫീസറുമായുള്ള നിന്റെ പെങ്ങളുടെ കല്യാണത്തിന് നീ ഒന്ന് പങ്കെടുക്ക്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള അതൊന്ന് കാണട്ടെ.